ടോപ്പ് 10 റിവ്യൂ, ബിഗ് ബോസ് റിവ്യൂയിലേക്ക് 70 എപ്പിസോഡ് കഴിഞ്ഞു. 70ാം വീക്ക് കഴിഞ്ഞ് ഇന്നത്തെ ദിവസമായിരുന്നു ലാലേട്ടൻ്റെ ബർത്ത്ഡേ. അതായത് 21 മെയ് 2024 ലാലേട്ടൻ്റെ ബർത്ത്ഡേയും ബിഗ് ബോസിൻ്റെ റിവ്യൂവുമായി നമുക്ക് ഒരുപാട് പറയാം. ഇന്ന് ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ബിഗ് ബോസിൽ ഒരു ആഘോഷ രാവായിരുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു എപ്പിസോഡ് തന്നെയാണ്. വളരെ എക്സ്ട്രീം എന്ന് പറയുന്ന ലെവലിലേക്ക് പോലും ഈ ഒരു എപ്പിസോഡ് പോകാൻ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഒരു മാറ്റിപ്പിടിക്കൽ, ചേഞ്ച് ഓഫ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനാണ് നമ്മൾ കൊടുക്കുന്നത്. വെരി ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് എന്ന് പറയേണ്ടി വരും. ലാലേട്ടൻ എന്ന വ്യക്തി തന്നെ ഒരു വിസ്മയമാണ്. അദ്ദേഹം ഒരു അവതാരമാണ്. ആ അവതാരത്തിൽ അവതാരകനായും അദ്ദേഹം തിളങ്ങുന്നു എന്ന ഒരു വ്യത്യസ്തമായൊരു ജേണിയാണ് നമ്മൾ ഈ ഒരു സീസണിൽ നമുക്ക് കാണാൻ പറ്റിയത്. മോഹൻലാൽ എന്നത് മാത്രമല്ല, അത്തരം കണ്ടസ്റ്റൻസും ആ ഒരു ഫയർ ഒട്ടും കളയാതെ ലാലേട്ടൻ്റെ ആ ബർത്ത്ഡേ സെലിബ്രേഷൻ അവർ അത് ആഘോഷഭരിതരാക്കി. ഇറ്റ്സ് ബിഗിനിങ്. അതൊരു വളരെ ക്വാളിറ്റി എപ്പിസോഡായി മാറുന്നു. ലാലേട്ടൻ അതെല്ലാം എൻജോയ് ചെയ്ത് ആ ഒരു രസകരമായ മുഹൂർത്തങ്ങളെ കണ്ണുകൊണ്ട് നിറഞ്ഞുകൊണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് നന്ദിയും പറഞ്ഞാണ് തിരിച്ചു പോയത്. ഇതാണ് ലാലേട്ടൻ. സന്തോഷം വരുമ്പോൾ ഒരാളെയും കുറ്റപ്പെടുത്തില്ല. പക്ഷേ അഥവാ തെറ്റുകൾ കണ്ടാൽ ചൂണ്ടിക്കാട്ടാൻ ഒരു മടിയുമില്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ലാലേട്ടൻ എന്നത് ബിഗ് ബോസ് പ്രേക്ഷകർക്ക്, ബിഗ് ബോസ് കാണുന്നവരും ബിഗ് ബോസ് ആരാധകർക്കും എനിക്കൊരു ഉത്തരവേ ഉള്ളൂ. ഈ ഒരു ബിഗ് ബോസ് എന്ന ഷോ നിലനിർത്തണം. അതായത് ആങ്കറിങ് ഹോസ്റ്റായി അവതാരകനായി മോഹൻലാൽ തന്നെ വരാൻ എന്തിനും അർഹത മോഹൻലാൽ തന്നെയാണ്. അതായത് നമ്മുടെ ലാലേട്ടൻ അല്ലാതെ മറ്റൊരു ഹോസ്റ്റും ഈ ഒരു സീൻ ചെയ്താൽ അതൊട്ടും ഏശത്തില്ല. നമുക്കൊക്കെ അറിയാം, നമുക്ക് സ്വകാര്യ അഹങ്കാരം എന്ന് പറയുന്ന, നമുക്ക് സിനിമ എന്ന ഒരു പ്രവണത, അതായത് അത് കാണാൻ നമുക്കൊക്കെ സിനിമ കാണണം എന്നൊരു മുഹൂർത്തം കുറിച്ച വ്യക്തിയാണ് മോഹൻലാൽ. അത് മമ്മൂക്കയും അല്ല. കാരണം അന്ന് തൊട്ടാണ് സിനിമ എന്നൊരു ഡ്രീം നമ്മുടെയൊക്കെ മനസ്സിൽ തങ്ങുന്നത് ലാലേട്ടൻ്റെ മുഖം കണ്ടുകൊണ്ടാണ്. അന്നായിരിക്കാം നമ്മൾ നരസിംഹം എന്ന് പറയുന്ന ഗംഭീര സിനിമ വരുന്നത്. നമുക്കിപ്പോൾ ലാലേട്ടൻ്റെ സിനിമകളെ പറ്റിയോ ഒന്നും, ലാലേട്ടൻ്റെ മൊമെൻറ്റ്സ്, ബർത്ത്ഡേ മൊമെൻറ്റ്സിനെ കുറിച്ചും ബിഗ് ബോസ് വിശേഷങ്ങളുമാണ് നമുക്ക് പറയാനുള്ളത്. അത്തരത്തിലുള്ള സിനിമകൾ കണ്ട് തന്നെയാണ് നമ്മൾ ലാലേട്ടൻ്റെ ആരാധകനായത്. പക്ഷെ ഇതൊന്നും പിന്നിട്ട വഴികളൊന്നും പിന്നോട്ടേക്ക് നോക്കാത്തൊരു മനുഷ്യനാണ്. അതായത് പിന്നിലേക്കുള്ള മോശമായൊരു നോട്ടം, അത് മോശമായ ചിന്തകളെ, അത് നമുക്ക് സങ്കടകരമാകുന്ന പല മൊമെൻറ്റ്സും ലാലേട്ടൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നെഗറ്റീവ് ഒരുപാടുണ്ടെങ്കിലും അതിലൊന്നും കാത് കൊടുക്കുകയും കണ്ണ് കൊടുക്കുകയും ചെയ്യാത്ത ഒരു വ്യത്യസ്തനായൊരു ലാലേട്ടനാണ്. പക്ഷേ ഒന്ന് പിന്നിലേക്ക് നോക്കണം. ലാലേട്ടൻ്റെ ജേണി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പിന്നിലേക്കുള്ള കാലഘട്ടത്തിൽ നമുക്കൊരു വിസ്മയം തീർത്ത ഒരു പൂവ് തന്നെയാണ്
മണ്ണിൽ വിരിഞ്ഞ പൂവ്. ആ ഒരു ജേണി നോക്കുമ്പോൾ തന്നെയാണ് ലാലേട്ടനിൽ നിന്ന് നമുക്ക് വ്യത്യസ്തമായ ഒരു മൊമെൻറ്റ്സ് നമുക്ക് പ്രേക്ഷകർക്ക് കണ്ടെത്താൻ പറ്റും. അതുപോലെ തന്നെയാണ് ബിഗ് ബോസ്. ആ ഒരു ജേണി നിലനിർത്തിക്കൊണ്ട് ലാലേട്ടൻ എന്നൊരു വ്യക്തിയെ അവിടെ ഒരു ഹോസ്റ്റാക്കി നിർത്തുന്നതിനും ഒരു അഹങ്കാരമുണ്ട്. പ്രേക്ഷകർക്ക് ഒരു ഹാങ്കർ എവിടെ നിൽക്കണം, ഏത് രീതിയിൽ നിൽക്കണമെന്ന അഹങ്കാരം. അതായത് മറ്റുള്ള സെലിബ്രിറ്റിയുടെ മോഡലിംഗ് ടൈപ്പ് ആയിരിക്കില്ല, പക്ഷെ നാച്ചുറലായി ഇന്നസെൻ്റായി ആങ്കർ ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി മോഹൻലാലാണ്. പക്ഷെ ബിഗ് ബോസ് എന്ന ഒരു മൈൻഡ് ഗെയിം, അതായത് ഇത്രയും വലിയ പണം മുടക്കി ഉണ്ടാക്കുന്ന ഒരു മൈൻഡ് ഗെയിമിന് അത്രത്തിലും പ്രാധാന്യമുണ്ടെന്നത് നിങ്ങൾ പ്രേക്ഷകർ മനസ്സിലാക്കുക. ഇപ്പോൾ നമുക്ക് സന്തോഷകരമായ നിമിഷങ്ങളാണ്. ഇവിടെ ദുഃഖങ്ങളോ ട്രിഗർ ചെയ്യുന്ന വാക്കുകൾക്കോ പ്രാധാന്യമില്ല. ഇറ്റ്സ് ഹാപ്പി മൊമെൻറ്റ്സ്. ഇന്ന് രാത്രി തൊട്ട് നാളെ ഈ ഒരു നിമിഷം വരെയാണ് ലാലേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ മൊമെൻറ്റ്സ്. അതിൻ്റെ അവസാനത്തിലേക്ക് കടക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് പറയാനുള്ളത്, ബിഗ് ബോസ് ഇന്ന് വളരെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് തന്നെ പ്രേക്ഷകർക്ക് കാഴ്ചവെച്ചു. അതുപോലെ തന്നെ കണ്ടസ്റ്റൻസും ഒരുപാട് നിന്ന് അവരുടെ പാട്ടുകളും അവരുടെ ഓരോ സിനിമകളോടുള്ള അഭിപ്രായങ്ങളും ജിറ്റോ ബെറ്റർ ഒരു ഫൺ രീതിയിൽ അവതരിപ്പിച്ചതും വളരെ രസകരമായ ഡാൻസുകളും ഒക്കെ ജിറ്റോയിൽ നിന്നും നമുക്ക് ഒരുപാട് രസകരമായ മൊമെൻറ്റ്സും ബിഗ് ബോസിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റി. മനസ്സ് നിറഞ്ഞു തൃപ്തനായി എന്നൊക്കെ പറയാറില്ലേ, ആ ഒരു കളർഫുൾ എന്ന് പറയുന്ന മൊമെൻറ്റ്സാണത്. മനുഷ്യത്വത്തിൻ്റെ മറ്റേ തരത്തിലേക്ക് എത്തുന്ന ഒരു വിസ്മയമാണ് ലാലേട്ടൻ. ആ ഒരു പ്രകൃതി എന്നും നമ്മളെ മായാതിരിക്കട്ടെ. ലാലേട്ടൻ എന്ന വ്യക്തി നമ്മളിൽ നിന്നും ഒരു വേർപാട് നമുക്കൊട്ടും സഹിക്കുന്ന കാര്യമില്ല. അത് ഏത് കാര്യത്തിലായാലും, സിനിമയിലായാലും അവതാരകനായാലും ലാലേട്ടൻ ഉണ്ടാവണം അവിടെ. ലാലേട്ടൻ അവിടെ ഉണ്ടായാൽ തന്നെ നമുക്കൊരു പ്രസൻറ്റ് മൂഡാണ്, അത് വേറൊരു മൂഡ് തന്നെയാണ്. അപ്പോൾ ലാലേട്ടനെ ക്രൂശിക്കുന്നവരും ലാലേട്ടനെ നെഗറ്റീവ് പറയുന്നവരോടും ഒന്ന് ഓർക്കുക, ഒരു സിനിമ മതി ലാലേട്ടൻ്റെ ഈ പറയുന്ന താഴ്ചകളൊക്കെ മാറാൻ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. ലാലേട്ടൻ എന്ന വ്യക്തിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. ഒറ്റ സിനിമ കൊണ്ട് മറ്റുള്ള സിനിമകളൊക്കെ മായ്ക്കപ്പെടാനുള്ളൊരു മാജിക്കൽ സ്ട്രെങ്ത് ഉണ്ട് ലാലേട്ടൻ. അത്രയ്ക്കും ആരാധകരാണ്. അതുകൊണ്ട് സിറ്റുവേഷനൊന്നും എവിടെയും എവിടെയും മാറിപ്പോകുന്നില്ല. അപ്പോൾ ലാലേട്ടൻ അങ്ങനെയാണ്. ഒരു വ്യക്തിത്വവും താനെന്ന വ്യക്തി എന്താണെന്നുള്ള ബോധവും ഉള്ളതുകൊണ്ട് തൻ്റെ പരാജയത്തെക്കുറിച്ച് ഒരിക്കലും പോലും ചിന്തിക്കാത്ത ഒരു മനുഷ്യനാണ് ലാലേട്ടൻ. അത്രക്കും ഒരു ഹോസ്റ്റായി അവിടെ നിൽക്കേണ്ട. ഇന്ന് തന്നെ ഒരുപാട് കാര്യങ്ങളാണ് ലാലേട്ടനെ വെച്ച് അവിടെ ആങ്കറിങ് ചെയ്യുന്ന നിമിഷത്തിന് മുമ്പ് ലാലേട്ടനെ കുറിച്ച് ബിഗ് ബോസ് ഒരുപാട് വർണ്ണനകൾ നമ്മൾ കേട്ടു. ലാലേട്ടനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസും നമുക്ക് 6 എപ്പിസോഡ് വരെ ലാലേട്ടൻ അവിടെ ഉണ്ടായിരുന്ന വർക്കിനെ കുറിച്ച് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. ഗ്രേറ്റ്. എല്ലാ നിമിഷങ്ങളും എല്ലാ സീസണിലൂടെയും യാത്രകളും ആ ഒരു ജേണിയും നമുക്ക് ഒരു വ്യക്തതയുണ്ട്. പക്ഷേ ഓരോ വ്യത്യസ്തമായ ജേണി, ഓരോ വ്യത്യസ്തമായ രീതിയായിരുന്നു ഓരോ സീസണിൽ നിന്നും
നമുക്ക് മനസ്സിലായത്. ഒരിക്കലും ഒരേ ജേണിയല്ല, വ്യത്യസ്ത ജേണിയാണെന്നത് നമുക്ക് മനസ്സിലാക്കാം. ലാലേട്ടൻ എന്ന വ്യക്തി അവിടെയും ആ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ കളർഫുൾ ആകുന്നതും നമ്മൾ കണ്ടു കഴിഞ്ഞു. അതാണ് ഒരു മാജിക്കൽ മൊമെൻ്റ് എന്ന് പറയപ്പെടുന്നത്. ആ ഒരു സംസ്കാരം, ആ ഒരു ലെജൻഡ്, അതാണ് ലാലേട്ടൻ. അതുതന്നെയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ നിന്നും കിട്ടുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നൊരു പെർഫോമൻസ് വേദിയാണ്. സ്വന്തം വ്യക്തിത്വത്തെ തെളിയിക്കാനും സ്വന്തം റിയൽ ലൈഫിനെ തിരിച്ചു പിടിക്കാനും അവരുടെ ആഗ്രഹങ്ങൾക്ക് തിരശ്ശീലയിടാനുമുള്ള ഏറ്റവും അവസരമുള്ള വേദി ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫൈനൽ അവസാന നിമിഷങ്ങളിൽ, ബിഗ് ബോസിൻ്റെ അവസാന നിമിഷഘട്ടങ്ങളിൽ വിജയി ഏകദേശവും വിന്നറാകുന്നവരാരൊക്കെയാണെന്നുള്ള പ്രതീക്ഷയും, നാളെ എവിക്ഷൻ എന്നൊരു പ്രോഗ്രാം വരുമെന്നും അതിലാരൗട്ടാകുമെന്നൊക്കെ പ്രേക്ഷകർക്ക് പ്രതീക്ഷയുള്ളതാണ്. അതായതുകൊണ്ട് നാളെ റസ്മിൻ ഔട്ടാകും എന്ന നേരി 99% ഉറപ്പാണ്. പിന്നെ ആര് എന്ന ചോദ്യത്തിനാണ് ഉത്തരമില്ലാത്തത്. അത് നാളെയാണ് നമുക്ക് അറിയാൻ പറ്റുക. ഒരു വ്യക്തി എന്തായാലും പുറത്തു പോകുന്ന ഉണ്ട്. 2 വ്യക്തി എന്തായാലും 1, 2, 3 ആൾക്കാർ പുറത്തു പോയിരിക്കും. കാരണം ഇനി ആഴ്ചകളും ദിവസങ്ങളും കുറവാണ്. അപ്പോൾ ബിഗ് ബോസ് എന്ന ഒരു റിയാലിറ്റി ഷോ, അതുപോലെ ക്രെഡിബിലിറ്റി അത്രത്തോളം എക്സ്ട്രീം ഉള്ള ഒരു ഷോ, ആ ഷോയുടെ ഒരു നിലവാരം വന്നു തുടങ്ങിയതിൻ്റെ ആ ഒരു നിലവാരങ്ങൾ ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ, ഒരു ഹൈറ്റ് ആൻഡ് പവർ, അതിൻ്റെ ഒരു സ്ട്രെങ്ത്തും ഒക്കെ ഏഷ്യാനെറ്റും മറ്റു ഗ്രൂപ്പുകളും ചെയ്ത ആ ഒരു സ്ട്രെങ്ത്ത് തന്നെയാണ്. അടിത്തറയില്ലാത്ത എന്തും അതൊരു നിലനിൽപ്പല്ല. അപ്പോൾ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്ക് വ്യത്യസ്തമായൊരു ബിഗ് ബോസ് ആയിരുന്നു. ജിറ്റോ എന്ന ഒരു ഗെയിമറിന് പറ്റിയൊരു ഇടമായി എനിക്ക് തോന്നുന്നു. ഈ സീസണിന് ഒരു കുഴപ്പമില്ല. ഈ ലവ് കോംബോവും ഫ്രണ്ട്ഷിപ്പ് കോംബോവും പെട്ടെന്നുള്ള ദേഷ്യവും മാത്രമാണ് ഫിസിക്കൽ എന്ന ഒരു പ്രശ്നവും ഗുരുതരമായതുകൊണ്ട് മാത്രം സീസണിന് പരിക്കേറ്റതാണ്. അല്ലാതെ ഈ സീസൺ അത്ര ബോറൊന്നും ആയിരുന്നില്ല. ഒരു ഗുഡെന്ന് പറയാം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ആവറേജ് കണ്ടസ്റ്റൻസും അല്ല, എല്ലാവരും മികച്ച പോരാളികളാണ്. കണ്ടതിൽ ഏകദേശവും ബുദ്ധിയും കഴിവുമുള്ളവർ തന്നെയാണ്. ചില അബദ്ധങ്ങൾ, ചില ഉദ്ദേശ രീതികൾ, ചില മര്യാദകൾ അവിടെ പാലിക്കേണ്ടതുണ്ട്. അത് പാലിക്കാത്ത നിയമാവലിയിൽ തെറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഉണ്ടെങ്കിൽ അവർക്ക് നോമിനേഷൻ കുറയും, അവർക്ക് വോട്ട് കിട്ടില്ല എന്നതൊരു വാസ്തവമാണ്. അത് നമ്മൾ റിപ്പീറ്റഡ് ആണ്. കാരണം ഇതൊരു നോമിനേഷൻ പ്രക്രിയയുള്ള ഗെയിമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കുക ഇവരുടെ മൈൻഡിലുള്ള ഗെയിമിനെ കുറിച്ചാണ്. ഇവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മൾ നോട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു
വളരെ മികച്ചൊരു പ്ലാറ്റ്ഫോമായി മാറുന്നത്. മറ്റൊരു ഷോയോ മറ്റൊരു ജേണിയിൽപ്പെട്ട ഷോകളൊന്നുമല്ല. ഇറ്റ്സ് റിയൽ ഗെയിം. ഇതൊരു യഥാർത്ഥ ഗെയിമാണ്. റിയാലിറ്റിയെ പിടിച്ചെടുക്കാൻ ആർക്കും പറ്റാത്ത ഒരു മാജിക്കൽ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഈ ഷോ അതിൻ്റെ വാല്യൂവിനെ മനസ്സിലാക്കുന്നത്. വിജയം ആർക്കുമാവാം. വിജയത്താൽ നമുക്ക് മുൻതൂക്കം ജനങ്ങളിൽ നിന്നുള്ള പിന്തുണയാണ്. ആ മൂല്യം വെച്ചാണ് നിങ്ങൾ വിജയിയാകുന്നത്. 100 ദിവസം തികക്കാനുള്ള മനക്കെട്ടി ഒരു കണ്ടസ്റ്റൻസിന് ഉണ്ടാവണമെന്നത് ഒരു യഥാർത്ഥ വ്യക്തിത്വമാണ്. അതായത് ഇന്നത്തെ ലാലേട്ടൻ്റെ ഹാപ്പി ബർത്ത്ഡേ, അതായത് ജന്മദിനാശംസകൾ വീണ്ടും വീണ്ടും പറഞ്ഞതുകൊണ്ട് പറയുകയാണ്, വെരി വെരി കൺഗ്രാറ്റ്സ് ഓഫ് ലാലേട്ട. ലാലേട്ടൻ്റെ ഈ ജന്മദിനം ഒരു സുദിനമായി മാറുന്ന ബിഗ് ബോസ് സീസൺ 6 വളരെ ഗംഭീരമായ ഒരു ഷോ ആയി മാറും. ആ ഒരു അഭിപ്രായം ജനങ്ങളിലൂടെ അറിയാൻ സാധിക്കും. ഏറ്റവും ലൂസിഫറിൻ്റെ കാര്യങ്ങളൊക്കെ ലാലേട്ടൻ അവിടെ വെച്ച് ചർച്ച ചെയ്തു. പല കാര്യങ്ങളും, പുറത്തുള്ള കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതൊരു തെറ്റല്ല. ആഘോഷങ്ങളിൽ നമ്മൾ ചെറിയ തെറ്റ് ചെയ്താൽ അത് പൊറുക്കപ്പെടും എന്നാണ്. അത് വലിയ പാപമായിരുന്നു. അവരുടെ ചോദ്യത്തിന് ലാലേട്ടൻ മറുപടി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഓരോരുത്തരും മികച്ച റോളുകളിൽ മികച്ച കഥാപാത്രത്തെക്കുറിച്ചും വാതോരതായി സംസാരിച്ചിട്ടുണ്ട്. ആദ്യം സംസാരിച്ചത് അഭിഷേകായിരുന്നു, പിന്നെ അൻസിബ, പിന്നെ ഋഷി, പിന്നെ നോറ കഴിഞ്ഞാണ് അൻസിബ കഴിഞ്ഞ് ഋഷി കഴിഞ്ഞ് അർജുൻ കഴിഞ്ഞ് സായി കഴിഞ്ഞാൽ പിന്നെ അപ്സര കഴിഞ്ഞാൽ പിന്നെ ആരായിരുന്നു? ജിറ്റോ വണ്ടർഫുൾ. ആറാം തമ്പുരാനെ കുറിച്ച് ഒരുപാട് വായിച്ചു. അതെനിക്കൊരു ഒരു കണ്ടസ്റ്റൻസിനെയും അവിടുത്തുള്ള ഓഡിയൻസിനെയും അത് രസകരമായൊരു രീതിയാക്കി മാറ്റിക്കൊടുത്തു. പിന്നെ ശ്രീതു, പിന്നെ റസ്മിൻ ഭായ്, അങ്ങനെ അവിടെയുള്ള എല്ലാവരും, സിജോ, അങ്ങനെ എല്ലാവരും കൂടി തന്നെ ഒരു വളരെ വണ്ടർഫുൾ മൊമെൻറ്റ്സ് ബിഗ് ബോസിൻ്റെ ഈ ഒരു രാവിന് അവസാനം കണ്ടെത്തി. ഇതൊരു മറ്റൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകാനുള്ള റേറ്റിങ്ങിന് കൂടുതൽ ചാൻസ് ഉള്ള വീക്കെൻഡാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലാലേട്ടൻ്റെ ഒരു വിശ്വാസം കൂടി പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക. കാരണം കൂടുതൽ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിച്ച് സമയം കളയുന്നില്ല. അപ്പോൾ ലാലേട്ടൻ്റെ ബർത്ത്ഡേനെ കുറിച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചതാണ്. പക്ഷേ ഇനിയും തീരാത്ത ഓർമ്മകളാണ് ലാലേട്ടൻ. അത് നമുക്ക് എപ്പോഴും മനസ്സിലുണ്ട്.
ലാലേട്ടനെ ഒരു വട്ടം പോലും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ലാലേട്ടനെ എന്നെങ്കിലും കാണാം എന്നൊരാഗ്രഹിച്ച് നിൽക്കുന്ന ഒരു ഫാനാണ് ഞാൻ. ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. നേരിട്ട് കാണാൻ പറ്റാത്തൊരു ലെജൻഡാണ് എനിക്ക്. അവസരങ്ങളുണ്ടായിട്ടും അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട അള്ളാഹുവിൻ്റെ കൃപ എനിക്ക് കിട്ടിയില്ല. ലാലേട്ടനെയും മമ്മൂക്കയും ആരെയും താരങ്ങളെ ഒന്നും കാണാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എനിക്ക് വളരെ നിരാശയുള്ളൊരു വ്യക്തിയാണ്. ആരെങ്കിലും ഒന്ന് കാണാനും ആരെങ്കിലും ഒന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കാനും അവരിൽ നിന്നൊരു ഓട്ടോഗ്രാഫ് വാങ്ങാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ പോലുള്ളൊരു നടനെ ഒന്ന് നേരിട്ട് കാണാനുള്ള ആഗ്രഹങ്ങളും ഡ്രീമും എന്നും എനിക്കുണ്ട്. പക്ഷെ നമ്മുടെ കർമ്മ മറന്നുകൊണ്ടും നമ്മളത് ചെയ്യുന്നില്ല. പക്ഷേ ലാലേട്ടനെ കാണുക എന്നത് ഒരു കാര്യമായ കാര്യമാണ്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടി. അപ്പോൾ രണ്ട് താരങ്ങളെയും കണ്ടിട്ടില്ലെങ്കിൽ നമുക്കൊരു കുറ്റബോധമാണ്. ഇത്രയും വലിയ ലെജൻസ് ഇവിടെ ഉണ്ടായിട്ട് നമുക്ക് എന്തുകൊണ്ട് അവരെ ഇത്തിരി അംഗീകരിക്കാൻ മടിക്കുന്നു എന്ന് പലരും അംഗീകരിക്കാറില്ല. പക്ഷെ ഞാൻ അവർ എത്ര പറഞ്ഞാലും എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു കലാകാരൻ അവൻ എത്രത്തോളം അനുഭവിച്ചാണ് നമ്മളെ രസിപ്പിക്കുന്നത്, അതായത് നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്നത് ഒരു ക്രെഡിറ്റാണ്. ലാലേട്ടനും മമ്മൂക്കയും എത്രയും കഷ്ടപ്പെട്ടാണ് നമുക്ക് ഒരു രസകരമായ സീൻ നമുക്ക് തരുന്നത്. ഓരോ കഥയിലും ഓരോ മൊമെൻറ്റ്സാണ്. അത് നമുക്കൊരു സ്റ്റോറിയാക്കി തരുമ്പോൾ അത് നമുക്കൊരു മെസ്സേജാണ്. ആ മെസ്സേജിൻ്റെ ത്രില്ലാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അതൊക്കെ ശരിയാണ്. ഒരു സിനിമയിൽ അതവരുടെ ഫാഷനാണ്. ഞങ്ങൾക്കും അത് ഫാഷൻ രീതി തന്നെയാണ്. ലൈഫിൽ എത്ര ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാലും ചില നിമിഷങ്ങൾ ഓർത്ത് വെക്കാനൊരു നിമിഷങ്ങളില്ലെങ്കിൽ അതൊരു വളരെ മോശപ്പെട്ട ഡേ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ വഴിത്തിരിവിൽ എവിടെയെങ്കിലും നമുക്ക് നല്ല നിറക്കാഴ്ചകൾ കാണാൻ പറ്റണം. എന്നെപ്പോലുള്ളൊരു വ്യക്തിക്ക്, സാധാരണക്കാരനായ ഒരു കോർണർ രീതിയിൽ ജീവിക്കുന്ന എനിക്ക് ഇതിനൊന്നും സാധിക്കുന്നില്ല. ഒരു യാത്ര എന്ന് പറയുന്നത് പോലും വളരെ സുലഭമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ലൈഫ്. അതുകൊണ്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ മുന്നോട്ടുള്ള വിജയത്തിന്, മുന്നോട്ടുള്ള സപ്പോർട്ടിന് നിങ്ങൾ നമ്മളെ കൈപിടിച്ചുയർത്തുക എന്നാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്. നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു. ലാലേട്ടൻ്റെ ബർത്ത്ഡേക്ക്